അന്നിനെ കൊച്ചൻ പാടാൻ പാടില്ല. എല്ലാരും ദസിനെ കളിയാക്കും. ആരെ കളിയാക്കണേ? എല്ലാരും ദസി കാണുമ്പോ ചണ്ടി ദസിയാണ് പറയും. വലിയ അടപ്പ് പറഞ്ഞ കേക്കല്ലേ. ഇതിപ്പോ എന്താ പറഞ്ഞേ മലയാളത്തില്? ഞങ്ങൾക്ക് മനസ്സിലായോ? പച്ചക്കറി എടുത്തു വെച്ചിരിക്കുന്ന റാക്ക്. മനസ്സിലായി. അയ്യോ അമ്മേ അടിച്ചു. എന്തിന്? കണങ്ങല്ലേ വാ. നാണയം മാത്രം ആളെയും നാണയം മാത്രം ഇഷ്ടമല്ലല്ലോ. അച്ഛനിഷ്ടാണല്ലോ. ഗുഡ് മോർണിംഗ് ഗൈസ്, വെൽക്കം ടു വ്ലോഗ്. സ്കൂളിൽ വന്നിട്ടാണ് കണ്ടോ. ഇന്ന് വാവ നേരത്തെ റെഡി ആയില്ലേ? ഇനി ഡെയിലി നേരത്തെ ആവും, ലേറ്റേ ആവല്ലേ ചൊട്ടാൻ. എന്താ ചെയ്യാ, നേരത്തെ കിടത്ത് തുറക്കാലും ഇടയ്ക്ക് നീക്കുന്നുണ്ട്. നിവ്യ ബോഡി ലോഷൻ അല്ലേ? ചൊത്തനാണേ. നമ്മള് നേരത്തെ സ്കൂളിലേക്ക് ഇറങ്ങൂലേ? നാച്ചൻ പോയിട്ടേ പാന്റും ട്രൗസറൊക്കെ ഇട്ടിട്ട് വരാം. ഞങ്ങള് റെഡിയായി. മൂത്രം ഒഴിച്ചിട്ട് വരാം. ഓക്കെ. എന്താ കോട്ടുപോയിരുന്നത്? നേരത്തെ ഉറങ്ങാഞ്ഞിട്ടല്ലേ? നേരത്തെ ഉറക്കിയതാണല്ലോ. ഇടയ്ക്ക് നീട്ട് പിന്നെ ഉറങ്ങാൻ 10:30 മണി 11 മണി എടുത്തായി. പിന്നെ എങ്ങനെ നേരത്തെ ഉറങ്ങാട്ടെന്ന്. അപ്പൊ നേരത്തെ എണീക്കുമ്പോ നല്ല സുഖം ഉണ്ടാവും, ഉറക്കം ഉണ്ടാവില്ല. എന്താ വ്യത്യാസമാവേ? അങ്ങനെ ഇട്ടാലും ഇങ്ങനെ ഇട്ടാലും അങ്ങനെ കുടുങ്ങും. അങ്ങനെ ഇട്ടാലാണ് പിന്നിൽ കുടുങ്ങുന്നത്. ശരി ശരി ഇറങ്ങ്, രാത്രി കുടിക്കുന്നത്. ഒന്നും ഞാൻ എടുക്കണില്ല. എന്താ പൊക്കി പിടിച്ചിട്ടുള്ള എടുത്തിട്ട് കണ്ടാല് ആങ്കിള് കണ്ടാ തോന്നുന്നു 6 അടിയുള്ള മനുഷ്യൻ ചൂസ് ചെയ്യണം. കയ്യൊക്കെ പൊക്കിട്ട് 6 അടിയാണോ 2 അടിയാണോ എന്നല്ല മാറ്റം എടുക്കണ്ടോ? അതാണ് മാറ്റം. അവിടെ പാമ്പൊക്കെ ഉണ്ടാവുമോ? കഴിഞ്ഞ് കയറിയ പോലെ അങ്ങോട്ട്. താട്ടാ കുഞ്ഞുമണി ഒന്ന് കെട്ടിപ്പിച്ചില്ലല്ലോ നമ്മള്. വേഗം പറഞ്ഞാട്ടോ, ഓടി ഓടി കാത്തിരിക്കാനേ. ടാറ്റാ. ഒന്നും കൂടി ടാറ്റാ പറയാം. ടാറ്റാ ടാറ്റാ. 9 മണിയായപ്പോഴേക്ക് വാവക്കുട്ടീനെ സ്കൂളിൽ കൊണ്ടാക്കി തിരിച്ചു വന്നു. വാവക്കുട്ടീനെ കണ്ടിട്ട് അവിടെയുള്ള പ്രിൻസിപ്പാളിനും എല്ലാ ടീച്ചേഴ്സിനും ഒക്കെ ഭയങ്കര അതിശയം അത്ഭുതം. ഇത്രയും നേരത്തെ ചെന്നിട്ട് ഇല്ല. ഏത് LKG UKG ഇപ്പോൾ ഫസ്റ്റ് സ്റ്റാൻഡേർഡ് ഇതുവരെ അങ്ങനെ ഒരു സംഭവം ഉണ്ടായിട്ടില്ല. സമയത്തിന് എത്താറില്ലല്ലോ ഞങ്ങള്. അവരൊക്കെ ഞാൻ അത്ഭുതത്തോടു കൂടി നോക്കണുണ്ടായിരുന്നു. ആയോ? വർക്ക് ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു. കുട്ടീനെ സ്കൂളിൽ കൊണ്ടാക്കിയിട്ട് തിരിച്ചു വന്നപ്പോൾ തൊട്ട് തുടങ്ങിയതാണ് നമ്മുടെ വർക്ക്. വേറെ ഒന്നിനും തിരിയാൻ നേരം കിട്ടിയില്ല, വ്ളോഗ് ചെയ്യാൻ നേരം കിട്ടിയിട്ടില്ല. ഇപ്പോൾ ഭക്ഷണം കഴിക്കാൻ നേരമായി. ഇപ്പോഴാണ് വ്ളോഗ് സ്റ്റാർട്ട് ചെയ്യുന്നത്, രണ്ടാമത്. നിങ്ങളുടെ പച്ചപ്പയറിന്റെ മണം നേരത്തെ ഫ്ലോറിലേക്ക് വരെ കേട്ടാ. എന്താ മണം? അമ്മിക്കല്ലൊക്കെ ഇട്ടിട്ട് അടിക്കുന്നുണ്ടാക്കണേ. ഉണ്ടാക്കുന്ന കയ്യിന്റെ വിരല് സുഖല്ലേ? അതല്ലേ കയ്യാണ്ട് വിരലോണ്ടാണ് ആക്കിയിരുന്ന. ഇപ്പൊ വയ്യാതെ ഈ വിരലിന് സുഖം പോരാ. അതാണ് അത്. എല്ലാവർക്കും കല്ല് കൊണ്ടുവരും. എന്തൊക്കെ ടെക്നിക്കുകളാണ്. അങ്ങനൊക്കെ ചെയ്യേണ്ട ആവശ്യമുണ്ടോ ശരിക്കും? വേണ്ട, അങ്ങനെ തിന്നാല്. എനിക്കറിയില്ല. ഇതൊക്കെ ഞാൻ ആദ്യമായിട്ട് കാണാം അങ്ങനൊക്കെ ചെയ്യണം. അങ്ങനെ ചെയ്യാനേ പാടില്ല എന്ന് എനിക്ക് തോന്നുന്നു. ഉമ്മിയൊക്കെ എടുത്തിട്ടുള്ള പ്രോട്ടീനും ഇതൊക്കെ ഇതിൽ കളഞ്ഞപ്പോ എന്താ ഉള്ളത്? അതായത് ഞങ്ങളും ചെയ്തിട്ടുണ്ട്. ഇങ്ങനെയൊന്നും അല്ല, ആകെ കഴുകി മിക്സിയിലിട്ട് അരയ്ക്കാൻ നല്ലത്. ഇതിന് ഇങ്ങനെ കാണിച്ചിട്ട് കാണിക്കാൻ 2 മണി അവരായി. ചോറിനാണ് നേരാണ് ഇപ്പം അത്. ഭക്ഷണം കഴിക്കാൻ വന്നിരിക്കണമൊക്കെ കുളി കഴിഞ്ഞിട്ട് 2 മണിക്ക്. ഇന്ന് ചിക്കനും റൈസും ആണ്, അച്ചാറും ആണ്. പ്രത്യേകിച്ച് കറിയൊന്നുമില്ല. ഇത് കൂട്ടി അങ്ങോട്ട് കഴിക്കുക. എന്ത് പറയണു? അതന്നെ ഉള്ളൂ. ലേശം തൈരുണ്ട്. വർക്ക് തന്നെ ആയതുകൊണ്ട് പിന്നെ എന്തായാലും ഒന്നും ഫുഡൊന്നും ഉണ്ടാക്കാൻ പിന്നെ നേരം കിട്ടിയില്ല. ഞാൻ ഫുള്ള് വർക്ക് തന്നെ ആയിരുന്നു. രാവിലെ കുട്ടീനെ കൊണ്ടാക്കി വന്നപ്പോൾ തൊട്ടിട്ട് കമ്പ്യൂട്ടറിൽ ഇരുന്നതാണ്. ചിക്കന് തൊട്ടടുത്ത ദിവസം ആകുമ്പോഴേക്ക് ടേസ്റ്റ് ഇല്ലേ? നോൺ വെജ് ഒക്കെ പിറ്റേ ദിവസം കൂടാ ടേസ്റ്റ്. വരുന്ന വഴിക്ക് ലിസ്റ്റ് അയച്ചിട്ടുണ്ട്. വെജിറ്റബിൾസിൻ്റെ കുറച്ചേ ഉള്ളൂ. വാങ്ങിച്ചിട്ട് വരും. പഴം എഴുതിയിട്ടില്ല. ഇത് പഴം വേണം. ഒന്നുമില്ല, ഉണ്ടാക്കാൻ എന്തെങ്കിലും വേണ്ടേ? ദേഹം വല്ലാതെ വേദനിക്കുകയാണ്. ഭയങ്കര പെയിൻഫുൾ ആയിട്ടുണ്ട്. 3:15 അവരായി. ഞാൻ എപ്പോഴെങ്കിലും ഇറങ്ങി കഴിഞ്ഞാൽ കുട്ടീനെ കൊണ്ടുവരാൻ പറ്റില്ല. പോയിക്കോ നേരം വൈകണ്ട. അത് ഒറ്റയ്ക്ക് പാവം എല്ലാവരും പോയിട്ട് അത് നിൽക്കും അവിടെ. അച്ഛനെ കാണാനില്ല കൊണ്ട് നിൽക്കും. പോയിക്കോ. എനിക്ക് കടയിൽ കയറിയിട്ട് കുറച്ച് സാധനങ്ങൾ വാങ്ങാനുണ്ട്. കുട്ടീനെയും കൊണ്ടാ. അതാ നല്ലത്. അങ്ങനെ ഇറങ്ങി നടക്കുമ്പോൾ അത് ഉറങ്ങൂലല്ലോ.
ഇല്ലെങ്കിൽ ഇവിടെ അതിനെയോ അതിനൊരു ഭാഗത്ത് പിടിച്ചു വരുത്തി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അപ്പം തന്നെ അത് കിടന്നുറങ്ങും. അങ്ങനത്തെ മുതലത്. വാവക്കുട്ടിയുടെ സ്കൂളിലേക്ക് എത്തി. ഹലോ, വെള്ളം കുടിച്ചാ? കുറച്ചുള്ളൂ. അപ്പൊ പോവാ. പൊടിയോ? ഏതിന്റെ മുകളിൽ പോയിട്ട് വീണതാ? ഇതേപോലത്തെ ഉണ്ടായിരുന്നു സ്കൂളില്. അതിൽ പോയി വീണോ? തള്ളിയിട്ടതാണോ ആരെങ്കിലും? പോയി വീണതാ? പൊടിയാണല്ലേ? മുറിയല്ല അല്ലേ അത്? അച്ഛൻ കരുതി മുറിയായിന്ന്. നമുക്ക് കടയിൽ പോയിട്ട് കുറച്ച് സാധനങ്ങളൊക്കെ വാങ്ങിയിട്ട് വീട്ടിൽ പോയാലോ? ക്യാരറ്റ് വേണോ? ഇത് പിടിച്ചാ വഴുതനങ്ങ, ബ്രിഞ്ചോൾ ആണോ? എത്ര ദിവസമായോ കഴിച്ചിട്ട്? വെണ്ടക്ക വേണ്ടേ? അത് വഴുതനങ്ങ. അത് മേടിക്കാം നമുക്ക്. വേറെ ക്യാരറ്റ്, ബീൻസ് സാധനങ്ങളൊക്കെ മേടിച്ചാലോ? എന്ത് കൈമത്തെ മുറിയോ? അയ്യോ, കൈൻ്റെ മുകളിൽ കണ്ടോ ഗൈസ്? ഇത് കടയത്തെ റാക്കിൻ്റെ മുകളിൽ ഇങ്ങനെ ഷീറ്റ് മടക്കി വെച്ചിട്ടുണ്ടായിരുന്നു, സ്റ്റീലിൻ്റെ ഷീറ്റ്. അത് കൊണ്ട് കീറി പൊളിഞ്ഞതാ. എരുമേനെ കണ്ട? ഇതാ പോണു ഇഷ്ടം പോലെ എരുമകൾ കണ്ട. ഇതാണ് എരുമമാട്. എത്ര എണ്ണം നോക്ക്. 1 2 3 4 5 6 7 അച്ഛൻ്റെ കൈ കാണിച്ചു കൊടുക്കാൻ. ആർക്ക്? മുത്തശ്ശിക്കാ? അച്ഛൻ്റെ അമ്മ. മുത്തശ്ശി തന്നെയാണ് അച്ഛൻ്റെ അമ്മ. എന്താ സംശയം? എന്താ ചോദിക്കണ്ടേ? പിടിച്ചു വിളിച്ച് കൊണ്ടുവന്ന് നോക്കി. കടയത്തെ തിന്ന് തട്ടിയതാണ്. ഈ പച്ചക്കറി സാധനങ്ങളൊക്കെ എടുത്ത് വെച്ചിട്ടുണ്ടായിരിക്കില്ലേ, ഒരു റാക്കായിട്ട്. അതിന്റെ മുകളിൽ ഇങ്ങനെ ഷീറ്റ് മടക്കി വെച്ചിരിക്കുകയാണേ, കൂർത്തിരിക്കുകയാണേ. ഇനി കുറച്ച് മരുന്ന് തേക്കട്ടെ, ഇല്ലെങ്കിലേ അവൾക്ക് മരുന്ന് ഇട്ടോണ്ടിരാ. നല്ല നേറുമല്ലോ. അടുത്ത് അതിനറിയാന് അതൊക്കെ അറിയാം മരുന്ന്. എടുത്ത് കൊണ്ട് പോവാ. അച്ഛൻ്റെ മരുന്ന് എത്തുമ്പോൾ തേക്കി. കുറച്ച് അപ്പുറത്തു ആണോ? മതി ഇവിടെ ആവണോ ഒക്കെ നല്ല ഒട്ടിച്ചു കൊടുക്ക്. അപ്പുറത്തേലും നോക്ക്. മതി ഇനി അതിൽ വെച്ചോ. നല്ല സുഖമുണ്ട് കേട്ടോ ചൊത്തമണി. ആ മരുന്നവിടെ ചെന്നുമ്പോൾ ഉണ്ടല്ലോ വല്ലാത്തൊരു വൃത്തികെട്ട നേറലാണ്. അത് കുറച്ച് കഴിഞ്ഞാൽ മാറും വേദന. കുഞ്ഞാണിനെ പറയണേ കൊച്ചൻ. കുഞ്ഞാണിനെ പറയാ കൊച്ചൻ. നാനോട് പറഞ്ഞാല് കുഞ്ഞാണി പറയാ കൊച്ചൻ. നാനോട് പറഞ്ഞാല് ആരും അങ്ങനെ ചെയ്യാൻ പാടില്ല. എല്ലാരും മുത്തശ്ശിനെ കളിയാക്കും. ആരെ കളിയാക്കണേ? എല്ലാരും മുത്തശ്ശി കാണുമ്പോ ചണ്ടി മുത്തശ്ശിയാണ് പറയും. ഞാൻ 3 ബട്ടിയിൽ കൊണ്ടുവന്നൊരു പറഞ്ഞാണ്ട് കൂടും. അങ്ങനെ അടിച്ചു വിടും. അങ്ങനെ അടിച്ചു വിടുമ്പോഴും അങ്ങനെ ചീത്ത ഇങ്ങനെ കാട്ടെ. എന്റെ മുണ്ടുണ്ടല്ലോ അവിടെ. അത് മതിയല്ലേ? എന്റെ മുണ്ടാ എന്തോട്ടെ. വേണേ കുഞ്ഞാണിനെ അല്ലാതെ ആരെന്നെ അടിക്കാൻ, നാട്ടെ കുട്ടികളെ അടിക്കാൻ പാടില്ല. ഇനി അങ്ങോട്ട് കാട്ടെ. പട്ടിയാട്ടോ പട്ടിയ അടിക്കാൻ പാടില്ല. വലിയ അടപ്പ് പറഞ്ഞ കേക്കല്ലേ? വലിയ അടപ്പ് എന്റെ മുകളിൽ വലിയ മൂർച്ച ഉണ്ടായിരുന്നു. ആ സ്കേമില് ഒട്ടിച്ചു വെച്ചിരിക്കാണേ. തട്ടി. എന്താ പറഞ്ഞേ മലയാളത്തില്? എല്ലാവർക്കും വല്ലതും മനസ്സിലായോ? ഞങ്ങൾക്ക് മനസ്സിലായോ?
പാവം അതിനിതാക്ക അതില് മനസ്സിലായെന്ന് പറ. ഏതോ സ്കെയില് ഏതോ വലിയ അടപ്പ് മൂർച്ച തട്ടി അത്രേ അറിയുള്ളൂ. ഒന്നും മനസ്സിലായിട്ടില്ല, ക്ലിയർ ആയിട്ട് പറഞ്ഞു കൊടുക്ക്. നമുക്ക് വലിയ അടപ്പടയില്ലേ? എന്തടപ്പ്? സ്കൂളും ഉണ്ട് അത്. എന്ത് സ്കൂള്? സ്കൂള് വലിയ അടപ്പില്ലേ? എന്താ വലിയ അടപ്പ്? അന്ന് സ്കെയിൽ കൊടുത്തു വെച്ചിട്ടുണ്ട്. പച്ചക്കറി എടുത്തു വെച്ചിരിക്കുന്ന റാക്ക്. നമ്മള് സൂപ്പർ മാർക്കറ്റിൽ ഉണ്ടാവില്ലേ, അതിന്റെ മുകളില് ഒരു കമ്പി ഉണ്ട്. മനസ്സിലായി, ഇപ്പൊ മനസ്സിലായി. അയ്യോ അമ്മേ അടിച്ചു. എന്തിന്? മനസ്സിലാവില്ല. പെണങ്ങല്ലേ, വാ. പറഞ്ഞിട്ട് മനസ്സിലായി. അയ്യോ പാവട്ടോ. വാവ പറഞ്ഞിട്ട് മനസ്സിലായില്ല, അത് ഫീലിംഗ് ആയി. വായോ. എന്തോ അടി അടിച്ച് പോയ സോണ്. വല്ലം കിട്ടിയില്ലേ? ഇങ്ങോട്ട് വാ. വൈകിട്ടത്ത് കൊള്ളണ്ടായിരുന്നു ഇപ്പൊ തന്നെ. കുഞ്ഞാവേ അമ്മയ്ക്ക് മനസ്സിലായി, വാവ പറഞ്ഞത് മനസ്സിലായി. വരൂ, ഇങ്ങോട്ട് വരൂ. കാണാണ്ട്. എവിടേക്കായി കൊണ്ടുവച്ചിരിക്കുന്ന അച്ഛാ? എന്ത്? അച്ഛ SSC ഇല്ലെന്ന്. ചോദിക്ക്. അച്ഛ SSC ഇരുന്നില്ലേ ആ എന്നോട് ഷീറ്റിൽ കിടക്കുന്ന SSC ഇരുന്നില്ലേ? എന്താ അത്? ബെഞ്ച്. ആ ബെഞ്ച് എന്തിനാ അങ്ങനെ അച്ഛന്റെ റൂമിൽ കൊണ്ടുവച്ചിരിക്കുന്നത്? ചോദിക്കുവാവേ, സൂപ്പർ. പറ. അമ്മ ഇതേ ചോദ്യം ചോദിച്ചു, ഇങ്ങനെ അവിടെ വെച്ചേന്ന്. എക്സസൈസ് ചെയ്യാൻ തനി സ്ഥലം ഉണ്ടല്ലോ, അവിടെ വെക്കാൻ എന്തിനാ റൂമിൽ വെക്കണേ? ചോദിക്കും. ശരിയാ. അച്ഛനെ എക്സസൈസ് ചെയ്യുമ്പോൾ ഭയങ്കരമായിട്ട് ചൂടെടുത്തിട്ട് വയർക്കുന്നുണ്ട്. അപ്പോൾ വയർപ്പ് കൂടുതലായപ്പോൾ അച്ഛൻ എന്ത് ചെയ്തു, AC ഇരുന്നിട്ട് കുറച്ച് നേരം വർക്കൗട്ട് ചെയ്യാലോ എക്സസൈസ് ചെയ്യാലോ എന്ന് എഴുതിയിട്ട് AC റൂമിലേക്ക് കൊണ്ടുപോയതാണ് ബെഞ്ച്. അപ്പോൾ അവിടെ നിന്ന് എക്സസൈസ് ചെയ്യുമ്പോൾ എത്ര വയർത്താലും കുഴപ്പമില്ലല്ലോ. ഏത് എക്സസൈസ് ചെയ്യുമ്പോൾ വയർക്കണം, അല്ലാതെ AC ഒന്നും ചെയ്യാനല്ല എക്സസൈസ് അല്ലേ? നമ്മൾ വയർത്താ പോരെ, അതിന് കിടന്നിട്ട് നമ്മൾ ചുട്ടു ഉരുകേണ്ട കാര്യമില്ലല്ലോ. നാണയം മാത്രം നാണയം മാത്രം ഇഷ്ടമല്ലല്ലോ. അച്ഛന് ഇഷ്ടമാണല്ലോ. അച്ഛന് ഈ ലോകത്ത് ആകെ വാവക്കുട്ടീനെ മാത്രമേ ഇഷ്ടമുള്ളൂ, വേറെ ആരും ഇഷ്ടമല്ല. ആണേ, അമ്മേനെ ഇഷ്ടമല്ല, മൂത്തച്ചി ഇഷ്ടമല്ല, വാവേനെ മാത്രമേ ഇഷ്ടമുള്ളൂ. കൺമഷിയൊക്കെ കവളത്തും ചെറിയിലൊക്കെ വെച്ച് വെച്ചാണ്. ഇന്ന് നല്ല മഴക്കാറ് പോലെ കേട്ടോ. അല്ലെങ്കിൽ ഈ സമയത്തൊക്കെ ഇവിടെ നല്ല വെയിലായിരിക്കും. ഇവിടെ താഴത്തിങ്ങനെ കാണാം ലൈറ്റ് അടിച്ചിട്ട്. ഏതായാലും മഴയൊന്നും ഇല്ല എന്നുണ്ട്, വെയിലും ഇല്ല എന്നുണ്ട്, ഒരുമാതിരി മൂടി കെട്ടിയിട്ടാ. നല്ല മഴ പെയ്യാത്ത നല്ലത്. ദോശ ഉണ്ടാക്കട്ടെ? ഫസ്റ്റ് ഡിന്നർ ആയോ? ഇപ്പൊ നോക്കിയേ, നല്ല വെയില് കണ്ട. എപ്പോൾ ഇവിടുത്തെ ക്ലൈമറ്റ് ചേഞ്ച് ചെയ്യുന്നുള്ളത് പറയാൻ പറ്റൂല. അവർക്ക് രണ്ടാൾക്കുള്ള ദോശ മാങ്ങ എല്ലാം ചെത്തി കൊടുത്തു. ഇനി എനിക്കുള്ള ദോശ ഉണ്ടാക്കട്ടെ, അമ്മയ്ക്കുള്ള ദോശ ഉണ്ടാക്കി കൊടുത്തു. ഫസ്റ്റ് ഡിന്നർ ഇതോടുകൂടി ഇവിടെ തീരും. സെക്കൻഡ് ഡിന്നർ ഇനി അവർക്ക് 8:30-9 മണിക്ക് കൊടുക്കണം. അതോടുകൂടി സെക്കൻഡ് ഡിന്നറും കഴിയും. 5:45 6 മണി അവിടെ ഉള്ളൂ. ഇവിടുത്തെ എല്ലാവരുടെയും ഡിന്നർ കഴിഞ്ഞു. ഫസ്റ്റ് ഡിന്നർ എൻ്റെത് ഫുള്ളായിട്ട് കഴിഞ്ഞു. അവരുടെ സെക്കൻഡ് ഡിന്നർ 8:30-9 മണിക്ക് ഉണ്ടാവും. എന്താ കാണിക്കണേ? 2 ചപ്പം കൂടി കെട്ടിപ്പിടിക്കുക. നല്ല സ്പീഡിലൊന്നും ചുറ്റാൻ പറ്റില്ല. അച്ഛന് പതുക്കെ ചുറ്റാൻ വയ്ക്കുള്ളൂ. ഒന്നുകൂടി പറയാ. റൈറ്റ് വൺ ഹെൽത്തി ഈറ്റിംഗ് ഹാബിറ്റ്. ഹെൽത്തി ഈറ്റിംഗ് ഹാബിറ്റ് എന്ന് വെച്ചാൽ എന്താ? കഴിക്കുന്ന സമയത്ത് നമ്മൾ ചെയ്യുന്ന നല്ല ശീലം. എന്താ ചെയ്യുന്നത്? വാവ എപ്പോഴും പറയുന്നത് എന്താ പറയുന്നത്? വാഷ് ബിഫോർ ആൻഡ് ആഫ്റ്റർ ഈറ്റിംഗ്. പറ. വാഷ് സ്പെല്ലിംഗ് എന്താ? വാഷ് WASH. 10 വട്ടം പറ. WASH. ഇതിന് ട്യൂഷൻ വിടണം, വേറെ വഴിയില്ല. മറ്റേ കുട്ടികളൊക്കെ എനിക്ക് അടങ്ങും, സ്വന്തം കുട്ടി അടങ്ങില്ല. ട്യൂഷൻ തന്നെ വിടണം കേട്ടോ. അവിടെ അടുത്ത് അന്വേഷിക്കാം, ട്യൂഷൻ പോയിക്കോ. എന്താണത്? ഹലോ സാറേ, ഇന്നത്തോടെ എൻ്റെ ടേൺ ഓവർ. മറ്റേതാ ഹിന്ദിയാ. നാളെ സാറായിരിക്കും ഹിന്ദി പറഞ്ഞു കൊടുക്കേണ്ടത്. നോ പ്രോബ്ലം. നാളെ എനിക്ക് റെസ്റ്റ് പാ.
ആ കുട്ടിയും നാളെ അക്കൗണ്ട്സ് എക്സാം മാത്രമേ, അപ്പോൾ അതുകൊണ്ടാണ് ഇന്ന് വന്നത്. നാളെ മറ്റന്നാൾ വേറെ സബ്ജക്റ്റ് ഒന്നുണ്ട്, അപ്പോൾ വരൽ കുറവായിരിക്കും. അല്ലെങ്കിൽ ഓൺലൈനിൽ 10-15 മിനിറ്റിൽ തീർക്കും. നാളെ അപ്പം എനിക്ക് റെസ്റ്റ് കിട്ടോ. വാവക്കുട്ടിക്ക് ഹിന്ദിയുടെ കാര്യത്തിൽ ഒരു ടെൻഷനും ഇല്ല. ഇവിടെ വാവക്കുട്ടി സൂപ്പറാണ് അല്ലേ? നാണയ്ക്കാണ് അറിയാന്ന് പറയുന്നുണ്ട്. ആർക്കറിയില്ലേ ഹിന്ദി? ഓ അങ്ങനെ വിടല്ലേ, ഞാൻ അടുത്ത് വന്നിരിക്കും. എൻ്റെ അച്ഛൻ പറഞ്ഞിട്ടുണ്ടോ ഇല്ലയെന്ന് അറിയാൻ അടുത്ത് തന്നെ വന്നിരിക്കും. ചെറിയ തോതിൽ ഒരു മഴ ഇപ്പൊ പെയ്തിട്ടുണ്ടായിരുന്നു. അപ്പൊ നമുക്ക് ചെക്ക് ചെയ്യാൻ പറ്റിയൊരു പരിപാടിയാണ് ഇവിടെ വെള്ളം വരുന്നുണ്ടോ എന്നുള്ളത്. ഇപ്പൊ വെള്ളം ഇങ്ങോട്ട് എത്തിയിട്ടില്ല. വെള്ളം എത്തിയിട്ടുണ്ടെങ്കിൽ മാത്രമേ നമുക്ക് ഇല്ല, വെള്ളം വന്നിട്ടില്ല. വെള്ളം വരികയാണെങ്കിൽ ഈ വഴിക്ക് പോകാനായിട്ട് ഇവിടെ ഒരു ഹോൾ ഇട്ട് വെച്ചിട്ടുണ്ട്. ഇവിടെ തന്നെ ഹൈറ്റേക്ക് വെച്ചിട്ടുണ്ട്. മെല്ലെ അതൊക്കെ ആര് മേടിച്ച് സൺഡേ ഉണ്ടാക്കാം നമുക്ക്. പറയുന്നില്ലേ വാവയ്ക്ക് മേടിക്കണമെന്ന്? ഓർമ്മ ഉണ്ടായില്ല. അങ്ങനെ ഇപ്പൊ അമ്മുവിന്റെയും കുട്ടീന്റെയും സെക്കൻഡ് ഡിന്നർ അവിടെ ആരംഭിക്കാൻ പോവാണ്. ഇയാൾക്ക് എത്ര ദോശ വേണം മെമ്പറാ? 3 ദോശ. അത് 2 വെള്ള 1 പച്ച. 2 പച്ച 1 വെള്ള. പച്ചക്ക് ഭയങ്കര ഡിമാൻഡ് കേട്ടോ. എല്ലാവർക്കും ഇപ്പൊ പച്ചേ വേണ്ടുള്ളൂ. ഞാൻ പച്ച കൂട്ടാൻ കാരണം എനിക്ക് ഷുഗർ ആയതുകൊണ്ടാണ്. അല്ലാതെ പച്ച എടുക്കും, പക്ഷെ ലിമിറ്റഡ് ആയിട്ട് എടുക്കുള്ളൂ, ഒരെണ്ണൊക്കെ എടുക്കുള്ളൂ. ഷുഗർ ആയിട്ട് ഡോക്ടറിന് പറഞ്ഞില്ലേ, അപ്പൊ എന്ത് ചെയ്യും? കഴിഞ്ഞ ഫസ്റ്റ് പ്രഗ്നൻസിയിൽ എനിക്ക് ഇൻസുലിൻ വെച്ച് കുത്തി. ഇപ്പോഴും ഓർമ്മയുണ്ട്, ഞാൻ തന്നെ കുത്തിയിരുന്നു ഇൻസുലിൻ. ചിലപ്പോൾ അച്ഛൻ വെച്ചുതരും, ചിലപ്പോൾ ഏട്ടൻ വെച്ചുതരും, പിന്നെ ഞാൻ തന്നെ കുത്താറായി. ഈ പ്രഗ്നൻസിയിൽ എനിക്ക് നേരം പോലെ വരണുണ്ട്. പേടിയാവുന്നില്ല അച്ഛൻ. പതുക്കിറങ്ങി വാ, അടി കിട്ടൂട്ടോ അങ്ങനെ കാണിച്ച് പേടിപ്പിച്ചാല്. ഒന്ന് സ്റ്റാർട്ട് ചെയ്യോ? അപ്പോഴൊന്ന് കഴിയുള്ളൂ. 9 കഴിഞ്ഞു. നമ്മുടെ ദോശ ഉണ്ടാക്കി കഴിഞ്ഞു. 2 പേർക്കും ദോശ ഉണ്ടാക്കി കഴിഞ്ഞപ്പോൾ മാവും കഴിഞ്ഞു. മാവ് കഴിഞ്ഞ സ്ഥിതിക്ക് നമ്മൾക്ക് ഇനിയിപ്പോൾ അരയ്ക്കണം. അരച്ചിട്ടില്ലെങ്കിൽ നാളെ രാവിലെ സ്കൂളിലേക്ക് പോകാൻ നേരത്ത് ഉണ്ടാക്കാൻ നേരത്ത് പെട്ടെന്ന് പരിപാടി കഴിയില്ല. മാവ് അരയ്ക്കാൻ നിന്നാൽ ഇനി നേരം വഴുകും. കുട്ടീനെ ഒരുക്കണം. ഇവിടെ അടുക്കള ഫുൾ ബിസി ആയിരിക്കും. ഇപ്പം അരച്ചു വെച്ച് കഴിഞ്ഞാൽ നാളെ കുറച്ച് ഈസി ആയിരിക്കും. അമ്മൂനും കുട്ടിക്ക് സെക്കൻഡ് ഡിന്നറൊക്കെ ഉണ്ടാക്കി കൊടുത്തതാ റൂമിലെത്തി. ഞാൻ പിന്നെ ഡിന്നർ കാര്യമായിട്ടൊന്നും കഴിക്കാൻ ഉദ്ദേശിക്കുന്നില്ല. ക്യാരറ്റ് ഇത് മാത്രം എടുത്ത് കഴിക്കുക. പിന്നെ നമുക്ക് ഇന്നത്തെ വ്ളോഗ് എഡിറ്റ് ചെയ്യണം, അപ്ലോഡ് ചെയ്യണം, അങ്ങനെയുള്ള കുറച്ച് പരിപാടികൾ മാത്രമേ ഉള്ളൂ. അപ്പോൾ ഇന്നത്തെ വ്ളോഗ് ഇത് അവിടെ എൻഡ് ചെയ്യാൻ പോവാണ്. വ്ളോഗ് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, ഹൈപ്പ് ചെയ്യുക. മറ്റുള്ള വ്ളോഗിൽ നമുക്ക് വീണ്ടും കാണാം. ബൈ.